Salt and pepper. Bum 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 bum. ഓക്കെ ഓക്കെ ശരിക്കും നിങ്ങളെനിക്ക് പട്ടാന്ന് വിചാരിച്ചല്ലേ ഞാൻ എന്താ ചെയ്യണമെന്ന്. സംഭവം കണ്ടായിരുന്നാ ഞാൻ കുറേ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ള വേറെ ഞണ്ടുകൾ. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ആറ്റ് ഞണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടാറിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് കൂട്ടാർ, ഇടുക്കി ജില്ലയിലുള്ള. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറവാണ്, എന്നാലും ഇത് കാടിൻ്റെ നടുവിലുള്ള ആറാണ്. അതുകൊണ്ട് മലവെള്ളം എപ്പോഴും ഇറങ്ങി വന്നേക്കാം. അണ്ണാ നോയിക്കോണേ. കുഴപ്പമില്ല. അപ്പോൾ ഈ എന്താണ് ഞാൻ ഈ ഞണ്ട് തപ്പി നടക്കണതെന്ന് നിങ്ങൾക്കൊരു സംശയമല്ലേ? സോൾട്ട് ആൻഡ് പെപ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ഈ ഔഷധം എങ്ങനെയാണ് ഞാൻ പറയണമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറയാം അല്ലേ. അത് നമ്മുടെ ഒരു നാട്ടറിവല്ലേ. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ അല്ലേ, കൊച്ചുകുട്ടികളും ആയിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഒക്കെ ശരി തന്നെ, ഈ കട്ടിൽ കിടന്ന് മുള്ളുന്നവരില്ലേ, രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവർ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അവർക്ക് പറ്റിയ മരുന്നാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിലിൽ കിടന്ന് രാത്രി കട്ടിൽ ഉറക്കത്തിൽ മുള്ളുന്ന സ്വഭാവം മാറും. എനിക്കങ്ങനത്തെ അസുഖമൊന്നുമില്ല കേട്ടോ, നിങ്ങളതല്ലേ ഇപ്പോൾ ചിന്തിക്കുക. അപ്പോൾ രണ്ട്, ഇത് വേറൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ വായിൽ സ്മെല്ലില്ലേ, വായ്നാറ്റം. അപ്പോൾ ഈ വായിൽ സ്മെല്ലിന്, അത് വായ്നാറ്റം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ഉദരത്തിലൊക്കെ വരുന്ന ചില തകരാറുകളാണ് വായിൽ ഈ സ്മെല്ലായിട്ട് വരുന്നത്. അതിന് ഏറ്റവും ഉചിതമാണിത്. ഒരെണ്ണം കഴിച്ചാലൊന്നുമല്ല, പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ വായിലുള്ള ആ ദുർഗന്ധമൊക്കെ മാറും. അതാണ് ഈ ആറ്റ് ഞണ്ടിൻ്റെ പ്രത്യേകത. ഇതൊക്കെ അറിയായിരുന്നു ഇതിനു മുമ്പേ. അതാണ് സോൾട്ട് ആൻഡ് പെപ്പർ കാണണമെന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂമാണ്. കൂട്ടാറിൻ്റെ അടുത്ത് ഇടുക്കിയിലൊരു പ്രശസ്തമായ കള്ള് ഷാപ്പുണ്ട്. നല്ല ഭക്ഷണം എന്നൊക്കെയാണ് പറയണത്. അത് തേടിയുള്ള യാത്രയിലാണ്. അത് ഈ ഞണ്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പിടിക്കാമെന്ന് വെച്ചു. കാരണം നമ്മളൊരു കൂട്ടുകാരനുണ്ട്, പുള്ളി വലിയ ക്യാമറമാനാണ്. ആ പുള്ളിക്ക് കൊടുക്കാനായത്. പോട്ടെ, ചുമ്മാ ആ ക്യാമറമാനല്ല കേട്ടോ, വേറൊരു കൂട്ടുകാരനാണ്. കണ്ടുപിടിച്ചു, കൂട്ടാറിലെ കള്ള് ഷാപ്പ്. ഇതാണ് ഇടുക്കി ജില്ലയിലെ കൂട്ടാർ എന്ന സ്ഥലത്തുള്ള കള്ള് ഷാപ്പ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ത്രില്ല്. അതുകൊണ്ടല്ല, കള്ളൊന്നുമല്ല, നല്ല ഭക്ഷണം ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. രുചികരമായ ഇടുക്കിയുടെ തനത് രുചിയായിട്ടുള്ള ഭക്ഷണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു പോക്കാണ്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, നാവിൽ വെള്ളം ഊറണ്ടേ? എന്നാൽ വരൂ. പാട്ടോ? ഇതിനകത്ത് ഭയങ്കര പാട്ടൊക്കെ കേൾക്കുന്നു. മിക്കവാറും കുക്കറിയൊന്നും നടക്കൂല. ഇത് പാട്ട് ഞാനും കൂടെ പാടാൻ പോവാ. അടിപൊളി. ഇന്ന് കുക്കറി ഷോ ഒന്നുമില്ല, പാട്ട് മാത്രമേ ഉള്ളൂ. സോൾട്ടാൻ പാട്ട്. അപ്പോ ഈ പാട്ട് കേട്ടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ 1/2 മണിക്കൂർ സമയം അങ്ങനെ അങ്ങ് പോകും. നമുക്ക് നേരെ കുക്കറി ഷോയിലേക്ക് പോയാലോ, ഇവിടുത്തെ നല്ല ഭക്ഷണങ്ങളിലേക്ക്. അതെ, ആരാ ഇവിടെ കുക്ക്, നല്ല കുക്കുള്ളത്? നല്ല കുക്ക് ആണോ? പുഷ്കരനാണോ പേര്? പുരുഷു. ഓക്കെ, എന്നാ പിന്നെ ആ കുക്കിന്റെ അടുത്തേക്ക് പോകാം. പാട്ടും പാട്ട് ഡാൻസും കളിച്ച് അടുക്കളയിൽ ചെന്ന് കയറിയപ്പോഴേക്കും 2 കടിയന്മാർ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്തു കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഡാൻസൊന്നും പുറത്തുനിന്ന് വന്ന് കളിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അതൊന്നും അല്ല. ഇതാ നിൽക്കുക കടിയന്മാർ. പ്രസാദ്, സജീവൻ.
ഓക്കെ, നിങ്ങൾ രണ്ടുപേരുമാണ് ഇപ്പൊ ഇത് നോക്കി നടന്നത്. നിങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളാണല്ലേ? എന്തൊക്കെ വിഭവങ്ങളാണ് ഇന്നിപ്പോ ഉള്ളത് ഇവിടെ? വിഭവങ്ങൾ നിറയുണ്ട്. പോർക്ക് ഫ്രൈ ഉണ്ട്, മീൻതല സ്പെഷ്യൽ, മീൻ കറി, പോട്ടി, പതിര്. അത് മാത്രമല്ല, ഇതിപ്പോ ഒരു റോഡ് സൈഡിലും കൂടെ, അതൊരു ടൂറിസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന വഴിയാ അല്ലേ? ഇവിടുന്ന് രാമക്കൽമേട് 8 കിലോമീറ്റർ. അതെ, രാമക്കൽമേട് പോകുന്ന വഴിയാ. തേക്കടി മൂന്നാർ സ്റ്റേറ്റ്. അപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരത്തില്ലേ? സ്ഥിരമായിട്ട് വരുന്ന ഫാമിലികളുണ്ട്. വന്ന് യാദൃശ്യമായിട്ട് വന്ന് കഴിച്ചിട്ട് പോകുന്ന ഫാമിലികളുണ്ട്. ഇന്നിപ്പോ തയ്യാറായിരിക്കുന്ന ഈ പറഞ്ഞതൊക്കെയാണല്ലേ? അതെ. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? പ്രതിബന്ധ വിഭവം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കി തരും. ഞാൻ പറയുന്നതോ? അതെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണോ അത് ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കണേ. എന്നാൽ പിന്നെ ഇവിടെ ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഭക്ഷണങ്ങൾ. അതൊക്കെ ഒന്ന് ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് ഇന്ന് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് കാണാം അല്ലേ ചേട്ടാ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഭവം അങ്ങ് തയ്യാറാക്കാം അല്ലേ? എന്ത്? നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഞണ്ടിനെ ഉണ്ടാക്കുന്നു? ഞണ്ടല്ല, ഞണ്ടിനെ ഒരു രസത്തിന് ഇങ്ങനെ ഇവിടുത്തെ ഈ ആറ്റ് ഞണ്ടിനെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ ആ ഒരു കൗതുക കാഴ്ചകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞണ്ടിനെ ഒന്ന് പിടിച്ചതേ ഉള്ളൂ. അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചതൊന്നുമല്ല. നമുക്ക് ആ ഞണ്ടിനെ അങ്ങ് വിട്ടേക്കാം, പാവമല്ലേ, അത് എവിടെയും പോയി അങ്ങ് ജീവിച്ചു പോട്ട് അല്ലേ ചേട്ടാ? അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഈ ചേട്ടനാണ് ഇന്നത്തെ അങ്ങനെ ആയിട്ടുള്ള പാചകങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേര് കിടലം പേരാണ്, പുരുഷോത്തമൻ നായർ അല്ലേ? ചേട്ടൻ പുലിയാണ്. 10 വർഷമായിട്ടല്ലേ ചേട്ടൻ ഇവിടെ കുക്ക് ചെയ്യുക അല്ലേ? 10 വർഷം ആയി. ഓക്കെ, നമുക്ക് ഇന്ന് എന്തോന്നാ ചേട്ടാ ഉണ്ടാക്കാൻ പോണേ? ഇപ്പോൾ പന്നി ഫ്രൈ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ഗംഭീര പോർക്ക് ഫ്രൈ അല്ലേ? പോർക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പലർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നല്ല നല്ല ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും പോർക്ക് വെക്കാൻ നല്ല മിടുക്കന്മാർ. ഹിന്ദുക്കൾക്കാണെങ്കിൽ തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, ആർക്കും വെക്കാനും അറിയത്തില്ല. ഇന്ന് പഠിപ്പിക്കാം അല്ലേ നമുക്ക്? ഞാനൊരു ഹിന്ദു ആണല്ലോ. അതെ, ഞാനും. നമുക്ക് ഇനിയിപ്പോൾ വർഗീയ ഒന്നും പറയണ്ട, തുടങ്ങാം. അപ്പം നമുക്ക് പോർക്ക്, നല്ല പോർക്ക് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പോൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ഇത് ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, ലേശം മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് തിരുമ്മി വേവിച്ച് വെച്ചിരിക്കുന്നു. ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്തിരിക്കുന്ന സാധനമാണ്. എത്ര സമയം പുഴുങ്ങേണ്ടിയിരിക്കണോ? കുക്കറിലാണോ പുഴുങ്ങിയത്? കുക്കറിലല്ല, അല്ലാതെ സാധാരണ വിറകടുപ്പിലാണ്. എത്ര സമയം പുഴുങ്ങിയത്? ഇത് 40 മിനിറ്റോളം വരും. അപ്പോൾ അങ്ങനെ 40 മിനിറ്റോളം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എളുപ്പത്തിന് എപ്പിസോഡ്, അരമണിക്കൂർ എപ്പിസോഡിൽ നമുക്ക് 40 മിനിറ്റ് പുഴുങ്ങണമെന്ന് കാണിക്കാൻ പറ്റത്തില്ലോ. നിങ്ങൾ വേണമെങ്കിൽ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അടുത്തെന്താണ്? അടുത്ത കടുക്. കടുക് ഏകദേശം പൊട്ടി തീർന്നു. അത് പെരിഞ്ജീരകം ശകലം ഇടുന്നു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും നല്ല പെരിഞ്ജീരകം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനം. പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ടേ ഉള്ളൂ. ഇത് പുഴുങ്ങിയപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? പുഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് മീറ്റ് മസാല, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ടാണ് പുഴുങ്ങിയത് അല്ലേ? പുഴുങ്ങിയത്. ഇപ്പോൾ ഒരു 1/4 കിലോയാണ് അല്ലേ? 1/4 കിലോയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവോള ഇടുന്നു. ഓക്കെ, സവോള നന്നായിട്ട് അരിഞ്ഞ് നുറുക്കിയെടുത്ത സവോള, പിന്നെ അതുകൂടാതെ കരിവേപ്പില, 2 ലീഫ് കറിവേപ്പില, ലേശം ഉപ്പ് അല്ലേ ഇതിലേക്ക്? ലേശം മഞ്ഞപ്പൊടി, ഒരു 1/4 സ്പൂണ്. വെളുത്തുള്ളി എത്ര എണ്ണം ഇട്ട്? വെളുത്തുള്ളി 2 എണ്ണം. എല്ലാത്തിൻ്റെ ഒരു കണക്ക് 1/4 കിലോയ്ക്ക് ഇതാണെങ്കിൽ 1/2 കിലോ ആകുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും.
ഇനി ചുമപ്പടിക്കുന്ന രീതിയിൽ ഇത് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഗരം മസാല, മീറ്റ്, മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കും. ഇളക്കി ചുവന്ന് വരട്ടെ, ചുമക്കട്ടെ ചുവന്ന് വരട്ടെ, കേരളം മുഴുവൻ അങ്ങനെ ചുവക്കട്ടെ. എന്തായി? ഏകദേശം ആയി. ഒരു ശകലം കൂടെ ചുമപ്പ് കളർ വീണോട്ടെ. ഇതിൽ 2 സ്പൂൺ മുളക് പൊടി ഇടുന്നേ. ഓക്കെ, അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, നമ്മുടെ നാടൻ മുളക് പൊടിയാ അല്ലേ? നാടൻ മുളക് പൊടി. ഇത് മീറ്റ് മസാല, അത് 2 സ്പൂണ്. മീറ്റ് മസാല തന്നെയാണ് ഇത് പുഴുങ്ങാൻ നേരത്തെ ഇതിലും ചേർത്തത് അല്ലേ? ഇത് ഗരം മസാല. ഗരം മസാല 1 സ്പൂൺ. ഇതിപ്പം പോർക്ക് ചേർക്കാനുള്ള പരിവായി. അങ്ങനെ നാളെ പോർക്ക് ഇറങ്ങാൻ പോവുകയാണ് താരം. ഇത്രയും സമയം ബാക്കി ചെറിയ താരങ്ങളൊക്കെ ആയിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. സൂപ്പർ സ്റ്റാർ ഇറങ്ങി. ഇനിയാണ് പരിപാടി. പുരുഷൻ ചേട്ടൻ്റെ ശ്രദ്ധ ഉണ്ടോ? ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്നെ ശ്രദ്ധിക്കണമെന്നില്ല. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു പരുവം, അതിലൊക്കെയാണ് ശ്രദ്ധ. അപ്പോൾ അതിൻ്റെ ചേരുവകൾ ഏകദേശമൊക്കെ ആയി. ഇനി അവസാനം നമ്മൾ പെപ്പർ. അതെ, പുരുഷൻ ചേട്ടൻ്റെ ശ്രദ്ധ കണ്ടോ? അതുപോലെ നിങ്ങളും ശ്രദ്ധിക്കണം. അതുപോലെ ശ്രദ്ധിച്ചിരുന്നാലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി തീ കുറച്ചിടുക. അപ്പോൾ പന്നി റെഡിയായി. അങ്ങനെ വാചം അടിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഓർക്കുക, ഇത് 40 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത പോർക്കാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ 40 മിനിറ്റ് അത് പുഴുങ്ങിയെടുത്തതിന് ശേഷമേ ഇതുപോലെ കുക്കിംഗ് തുടങ്ങാവൂ. അപ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. സമയം എടുത്തു കഴിഞ്ഞാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുപോലെയാണ്. നല്ല ആരോഗ്യകരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി പോർക്ക് പ്ലേറ്റിലേക്ക് മാറാം. പോർക്ക് പ്രിയന്മാരുടെ നാവിലൂടെ ഇപ്പോൾ കപ്പലോടിക്കാം, വായിലൂടെ. നാവിൽ വെള്ളം മുറി തുടങ്ങി. ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഞ്ഞി പോലെ ഉണ്ട്. 3 ആഴ്ച കഴിഞ്ഞാൽ ഈ രുചി നാവൊന്നും പോകത്തില്ല കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ വിഭവം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മനോഹരമായ ഈ പോർക്ക് ഇത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെടികളും അണക്കെട്ടും ഒക്കെ നോക്കി നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ എല്ലാ എപ്പിസോഡിലും ഞാൻ മാത്രമേ കഴിക്കണം. ഇന്ന് ഇത് അവർക്കും കൂടെ ഞാൻ കൊടുക്കാൻ പോവുക. ഞാൻ ഇത് കൊടുത്തിട്ട് വരട്ടെ. കഴി